ഇന്നെൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, എൻ്റെ വല്യമ്മയുടെ മോൻ്റെ. അങ്ങനെ രാവിലെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആലങ്കടവിലാണ് കേട്ടോ സ്ഥലം. ഇതാണ് ചെക്കൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനും മോനും എഴുന്നേറ്റ് പിന്നെ പെട്ടെന്നൊരു ഓട്ടപ്പസിലായിരുന്നു ഇങ്ങോട്ട് വരാനുള്ള ഒരുക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അച്ഛൻ നേരത്തെ സൈക്കിളിൽ ഇങ്ങനെ പോരുന്നു. എല്ലാവരുടെയും ഒരുക്കം കഴിഞ്ഞ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചെറുക്കൻ്റെ പെങ്ങളുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഒരുങ്ങി നിന്നവരെല്ലാം വണ്ടി കയറുന്നു പറഞ്ഞിട്ട് മാമനോടെ എല്ലാവരെയും വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റാനായിട്ട് നിൽക്കുമായിരുന്നു. ആദ്യം ഞങ്ങൾ പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. പിന്നെ ഇവിടെ വന്ന ഉടനെ പിന്നെ മുണ്ടുമൊക്കെ ഉടുത്ത് ആൾ ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ ഒരു ചെരുപ്പൊക്കെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവനെ അച്ഛനും അമ്മയും കൂടെ ബസ്സിൽ കൊണ്ടുവന്ന് ഞാനും ചേട്ടനും കൂടെ ബൈക്കിലാണ് വന്നത്. നമ്മുടെ ചെറുക്കൻ്റെ പേര് രാജത്ത് എന്നാണ് കേട്ടോ. അവനെ ഞങ്ങൾ അച്ചു എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അച്ചു എന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പേര് നമ്മൾ ഓർക്കാറില്ല. ഇത് പെണ്ണിൻ്റെ പേര് രേഷ്മ. എല്ലാവരും ഉണ്ടായിരുന്നു, റിലേറ്റീവ്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും സെറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു. എനിക്ക് മോതിരം ഇടുന്ന വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിച്ചത്, പക്ഷേ ആളെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ആദ്യമായിട്ട് ഒരു സീറ്റ് ഒറ്റയ്ക്കിരുത്തിയൊക്കെ ഫുഡ് കൊടുത്തത്. ഞാൻ പിന്നെ തിരിച്ച് ബസ്സിലാണ് കേട്ടോ പോയത്. ചേട്ടൻ ഇച്ചിരി പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ പേര് ചേട്ടൻ അങ്ങ് വീട്ടിൽ പോയി. പിന്നെ വൈകിട്ട് ആൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വണ്ടിയിൽ ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ.